ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പോൾ ഇവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്യാണ് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ടാസ്കുകളാണ് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. അങ്ങനെ എൻ്റെ ജേണൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അതിൽ ജേണൽ ടു ഡു ലിസ്റ്റ്. അങ്ങനെ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ടാസ്ക് അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രാവിലെ വർക്കൗട്ട് ചെയ്യാനുണ്ട്, പിന്നെ ഹിന്ദി എക്സാമിന് പഠിക്കാനുണ്ട്, ഇന്ന് പഠിക്കേണ്ട മൊഡ്യൂൾ 4, 5, 6, 7. അതായത് ഈ 4 മൊഡ്യൂളും പെട്ടെന്ന് തീർക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത മൊഡ്യൂളിലേക്ക് പോകണം. ബാക്കിയൊക്കെ വലിയ വലിയ മൊഡ്യൂൾസാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്തത് എന്താണെന്ന് പ്ലാൻ ചെയ്യണം. ഇനി അടുത്ത എൻ്റെ കരിയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നെ അതിനാണ് ഞാൻ ഏഴ്സ് എടുക്കുന്നത്. പിന്നെ സപ്ലി എക്സാമിന് മൊഡ്യൂൾ 2ഉം 3ഉം അത് വലിയ ചാപ്റ്റർ, പക്ഷേ ഫുൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നറിഞ്ഞത്. പക്ഷേ മാക്സിമം 2 മൊഡ്യൂളും നോക്കിക്കൊണ്ടിരിക്കുക. അതായത് അവിടെ നിന്ന് ഇവിടെ നോക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ഈ ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഇനോർഗാനിക് കെമിസ്ട്രി നമുക്ക് ഇത്രയും പഠിക്കാനുണ്ട്. Look at this കണ്ടാ, കുറേ ഉണ്ട് പഠിക്കാൻ. ഇതന്നെ ഫസ്റ്റ് സെമ്മിൽ സപ്ലൈ വന്നു. എനിക്ക് പഠിക്കാത്തതാണ് പഠിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് എനിക്ക് വരില്ല. സിമ്പിളായി ഒരു സെം പോയിരുന്നു. പക്ഷേ ഇത് വന്നും പോയി. നോക്ക് 2 ആണ്. അതായത് രണ്ടാമത്തെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഇൻട്രൊഡക്ഷൻ ടു നാനോ മെറ്റീരിയൽസ്. ഇതൊരു ചെറിയ പാടാണെങ്കിൽ പോലും ഇതിൽ ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല. FIUG പോയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെയാണ് ഇപ്രാവശ്യം ഒന്നും പറയാനും പറ്റില്ല. അതുകൊണ്ട് ഓരോ പാഠവും മാക്സിമം പഠിക്കാൻ വേണ്ടി പഠിക്കുക. ഇതിൽ മെയിനായിട്ട് ഈ 2ാമത്തെ മൊഡ്യൂളാണ്. ഇത് പഠിക്കണം, അതുപോലെ ഇതും പഠിക്കണം. ഇതാണ് മെയിൻ. ഇതിൽ ഏറ്റവും മെയിൻ എന്ന് വെച്ചാൽ കെമിസ്ട്രീസ് ഈ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂൾ 4th മൊഡ്യൂളും. 3rd മൊഡ്യൂൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷെ എന്നാലും നോക്കി പോകണം. പിന്നെ MDC ഹിന്ദിയാണ്. ഇതാണ് സിലബസ് കണ്ടിട്ട് 4, 5, 6 വേണ്ട 4, 5, 6, 7 ഇത്രയും കാര്യങ്ങൾ തീർക്കണം. പിന്നെ ഇത്രയും പഠിക്കാനുമുണ്ട്. സോ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ ഇതൊക്കെ മാക്സിമം പഠിച്ച് മാക്സിമം കവർ ചെയ്യാമെന്നൊരു ഇതുള്ളൂ. ഇത് 31 ഞാൻ എക്സാം, ഇന്ന് 25 തീയതി. 5-6 ദിവസം സമയമുണ്ട്. പക്ഷേ ഈ സമയമൊന്നും എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ഒരു നേരം പോലില്ല. ഓക്കെ. അപ്പം ഇന്ന് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. ഈ ലിസ്റ്റ് ഓരോന്നും ഇന്ന് തീർക്കണം. രാവിലെ തന്നെ റെഡി ആയിട്ട് ജിമ്മിൽ പോകാട്ടോ. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. കൃത്യം 6:55. നേരത്തെ 1 മണിക്കൂർ ട്രെയിൻ ചെയ്ത് കാണാം.
generous. Now I've learned to never help you out, 'cause I'm done cleaning up your mess. Found myself in my regrets. I've become a little stronger now. 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 രാവിലത്തെ വർക്കൗട്ടും കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് ഇനി വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി പഠിക്കാതിരിക്കണം. ഓക്കെ. രാവിലെ പുട്ടും പയറും പിന്നെ ഒരു പഴവും കഴിച്ചു. പിന്നെ നമ്മൾ ഫിഷ് ഓയിൽ എടുത്തു. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് കുറച്ച് വേസ്റ്റ് കളയാണ്. അത് ഇതാണ്ടാവും നമ്മുടെ ബയോഗ്യാസ്. ഇതിൽ നമ്മൾ വേസ്റ്റ് ഇടും. ആൻഡ് ഇതിൽ മെയിനായിട്ട് ഈ ഉള്ളി, ഈ മുട്ട തൊണ്ടൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ മുകളിൽ പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കിടണം. നിറച്ച് മീൻ വേസ്റ്റാണ്. ഇതാണ് ഈ അടിയൊക്കെ പോകുന്നില്ല. പകരം ഞാൻ ഇവിടെ സാണ്ടായാലും പോയോ അതവിടെ ഈ പൈപ്പ് വെച്ചിട്ടേ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കാറുണ്ടായിരുന്നു. ആ പൈപ്പാണ് പോയത്. സോ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് വിളിച്ചത്. സോ ഇതിലേക്കാണ്, അതായത് അവിടെ നിന്ന് വേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് വേസ്റ്റ് ഇടും. ആൻഡ് അതായത് 4:3, അതായത് 3 കിലോ വേസ്റ്റിന് 4 കിലോ വെള്ളമോ 5 കിലോ വെള്ളമോ, അതായത് 3:4 ആ റേഷ്യോയിൽ വേസ്റ്റും വെള്ളവും വരണം. എന്നാൽ മാത്രമേ ഈ ഗ്യാസ് ഫോം ചെയ്യുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ തിരുത്തി പറയാം കേട്ടോ. എനിക്കിപ്പോൾ ഒരു ഓർമ്മ കിട്ടണ്ട. അപ്പോൾ ഇതിലേക്ക് വേസ്റ്റ് ഇടുന്നു. ആൻഡ് വെള്ളത്തിന് പകരം ഈ സ്ലറി തന്നെ അങ്ങോട്ട് തിരിച്ച് വയ്ക്കുക കേട്ടോ. വേറെ വീട്ടിലേക്കൊന്നും ഇത് തന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ട് ഒഴിക്കാം. അങ്ങനെയും ഗ്യാസ് ഓൾറെഡി ഇത് വാട്ടറാണ്. അപ്പോൾ ഈ വെള്ളം തന്നെ ഇതിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വന്നോളും. അതായത് ഇങ്ങോട്ട് ഒഴിക്കുന്നു, ഇതിലേക്ക് വരും, ഇത് ഇങ്ങോട്ട് തന്നെ ഒഴിക്കുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂസായി നടക്കുന്നു. ഇതൊരു എന്തുട്ടാ സർക്യൂട്ട് പോലെ, ഇങ്ങനെ സൈക്കിൾ പോലെ നടക്കുന്നു. അപ്പോൾ ഈ ബക്കറ്റ് ഞങ്ങൾ മാറ്റി വെക്കണം. എന്നിട്ട് പോയിട്ട് ആ പൈപ്പ് എടുത്തുകൊണ്ട് വരണം. എന്താ ആ പൈപ്പ് അവിടെ കിടക്കുക, ആ പൈപ്പ് എടുത്തുകൊണ്ട് വരണം. ആൻഡ് ഓക്കെ, ഇതേ പറമ്പിലേക്ക് ഇറങ്ങി പാമ്പുണ്ടോ നോക്കണം. അയ്യോ മുള്ള്, ഇവിടെ മിനിയാന്ന് വാപ്പ് ഇത് മൊത്തം വൃത്തിയാക്കി. ഇതൊക്കെ നിറച്ച് കാടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ സ്ഥലമായിരുന്നു. ഇപ്പോൾ വിറ്റേക്കാം ഇതൊക്കെ. ആ ബാക്കിയുള്ള ആ ഓണർക്ക് വിറ്റ് സാധനം കിട്ടി. ഇനി നേരെ കൊണ്ടുവന്ന് സെറ്റാക്കട്ടെ. അത് സെറ്റ് ചെയ്യാണ്ടിരുന്നാലേ പണിയാവും. ആ ഒരു വാൽവ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വേസ്റ്റൊന്നും അതിൻ്റെ അടിക്ക് പോകില്ല. പൈപ്പ് കൊണ്ട് നടക്കണം, കുത്തി കൊടുക്കണം. ഇനി ആ സ്ലറി ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഈ സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
അങ്ങനെ ആ പരിപാടി തീർത്തു. അതൊഴിച്ചു. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം ഈ ബക്കറ്റ്. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കണം. ബിസ്ലറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇത് മാറ്റി ഈ കാല് ബക്കറ്റ് അങ്ങോട്ട് കയറ്റി വെക്കണം. അപ്പോൾ രാവിലെ പിന്നെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അതായത് തുണികളൊക്കെ നിർത്തിയിടാണ്ട് അലക്കിയിട്ടതൊക്കെ അതൊക്കെ നിർത്തിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ബാക്കി. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ കുറേ ക്ലീനിങ് വർക്കും വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. പിന്നെ പഠിക്കണം. പിന്നെ വൈകുന്നേരം ട്രെയിനിന് പോകണം. ഇതന്നെ റിപ്പീറ്റ്. ട്രെയിൻ, ഈറ്റ്, പിന്നെ സ്റ്റഡി, സ്ലീപ്പ്, നത്തിങ്. ഞാൻ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള മ്യൂസിക്കോ, അതായത് മ്യൂസിക് കേൾക്കാൻ ഞാൻ സമയം കളയുന്നില്ല. ആൻഡ് പിന്നെ വേറെ എന്തുട്ടാ, ഇൻസ്റ്റാഗ്രാം കണ്ട് റീൽസ്, അതായത് ഇൻസ്റ്റാഗ്രാം കണ്ട് റീൽസ് അല്ല എനിക്ക് താല്പര്യം. മ്യൂസിക്, ഇൻസ്റ്റാഗ്രാം റീൽസ്, അതേപോലെ തന്നെ മറ്റു മൂവീസ്, അതേപോലെ തന്നെ മറ്റു യൂട്യൂബിൽ എന്ത് കണ്ടൻ്റായാലും ഞാൻ കാണുന്നില്ല. ഓൺലി സ്റ്റഡി പർപ്പസ്. അത് മാത്രമാണ് ഞാൻ എൻ്റെ മെയിൻ ഗോൾ. ഈ 7 ദിവസത്തിൽ ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു കണ്ടൻറ്റും ഞാൻ ഇനി കൺസ്യൂം ചെയ്യില്ല. ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് പ്രൊഡക്റ്റീവ്. ബാക്കിലെ പറമ്പാട്ട. അപ്പോൾ അടുത്ത കുറച്ച് വർഷം കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ എടുക്കാം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് കുളിച്ച് റെഡി ഫ്രഷായി. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ പഠിക്കാം. അതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ ബോക്സിങ്ങിനെ കുറിച്ചൊന്ന് പഠിക്കാം. അതായത് ടെക്നിക്സ്, കുറച്ച് ഫൈറ്റൊക്കെ കണ്ടിട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കണമെങ്കിൽ എന്നാൽ മാത്രമേ അതെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബോക്സിങ്ങിന് ഈ ഒരു സമയത്ത് അതൊന്ന് ലേൺ ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് ട്രെയിനിങ് മാത്രമല്ല ബോക്സിംഗ് എന്ന് പറയുന്നത്, അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യണം. അതായത് എന്താ പറയുക, ബോക്സിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ IQ, സ്പീഡ്, ഫുട് വർക്ക്. ഞാനിപ്പോൾ പല ഫൈറ്റേഴ്സിൻ്റെ ഒരു ഫൈറ്റ് എടുത്ത് കാണും. അത് വാച്ച് ചെയ്യും, റീവാച്ച് ചെയ്യും. എന്നിട്ട് അവർ ചെയ്യുന്ന എന്തൊക്കെയാണോ അതിൽ നിന്ന് ഞാൻ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കാൻ പോകണം. ഹിന്ദി എനിക്ക് ഒരു 4 മൊഡ്യൂൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് തന്നെ ഇതിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കുറച്ച് ചോറും പിന്നെ പയറുകറി എടുത്തു. ആൻഡ് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഉറങ്ങിയിട്ട് അവസാനം എണീറ്റപ്പോൾ വൈകുന്നേരം ഒരു പഴവും 3 മുട്ട പുഴുങ്ങിയതും കഴിച്ചു. ഹലോ ഗായ്സ്, ഇപ്പോൾ വൈകുന്നേരമായി. അതായത് ഒരു 5:30 ആയിട്ടുണ്ട്, 5:15 അപ്പോൾ 5:15. ഉച്ചയ്ക്ക് ഫുഡ് കുറച്ച് പണിയുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യലും അതേപോലെ തേൻ്റെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തേൻ ബോട്ടിലാക്കലും അതേപോലെ തന്നെ സ്റ്റിക്കറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, പാക്കിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് നേരെ ഒറ്റ കിടന്നങ്ങോട്ട് ഉറങ്ങി. ഫുഡ് കഴിച്ചിട്ട്, അതായത് ചോറും സാധാ പയറുകറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. എണീറ്റിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കണുണ്ടായിരുന്നു. അതായത് ഈ വീഡിയോസ് ഈ യൂട്യൂബിൽ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാം, എവിടെയൊക്കെ എപ്പോഴൊക്കെ ഇറക്കാം. അതായത് എഡിറ്റ് ചെയ്തു. ഇനി അത് ഓരോ ദിവസമായിട്ട് ഇനി അപ്ലോഡ് ആയിക്കോളും. അത് കഴിഞ്ഞു ആൻഡ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട്. ഇനി വൈകുന്നേരം ജിമ്മിൽ പോകണം, ട്രെയിൻ ചെയ്യണം. ബോക്സിങ്ങും അതേപോലെ തന്നെ ഇന്ന് മറ്റേ ഗ്രൗണ്ട് വർക്കൗട്ടും മറ്റു പല വർക്കൗട്ടുകളാണ് ഇപ്പോൾ പ്ലയോമെട്രിക്സൊക്കെ, അതൊക്കെ ചെയ്യണം. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് പഠിക്കാം. പക്ഷെ പഠിപ്പ് കുറച്ച് സീനായി, കാരണം വന്ന് കിടന്നുറങ്ങി. പിന്നെ ടൈപ്പായി ഇപ്പോഴാണ് ഇരിക്കണത്. പിന്നെ അതായത് റീൽസൊന്നും മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര ടെൻഡൻസി. അത് ഉച്ച കഴിഞ്ഞ് ഇത് ഞാൻ അതിൽ കിടന്നുറങ്ങിയിട്ട് എണീറ്റപ്പോൾ ഫോൺ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാനും അതേപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങി. അതായത് മറ്റു വീഡിയോസ് കാണാൻ വരെ പോയി. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. ഞാൻ ഇങ്ങോട്ട് പോയില്ല. തിരിച്ച് ഫോണൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ തന്നെ കിടന്നു. പിന്നെ
ഈ എഡിറ്റിങ്ങിന് വേണ്ടി കുറച്ച് പാട്ട് നോക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കേട്ട് നോക്കി, അത് ചെയ്തൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇങ്ങനെ പാട്ട് കേട്ട് അങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞിട്ടില്ല. വേറെ എക്സ്റ്റേണൽ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ പഠിപ്പ് ഭയങ്കര മോശമൊന്നുമല്ല. ഇനി പഠിക്കാൻ കുറേ കിടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് പോയില്ല. നോക്കി 4ാമത്തെ ചാപ്റ്റർ. സോ കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ്, രാത്രി 6:45 ഇന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോളിംഗ് ഒന്നുമില്ല. ബട്ട് യൂട്യൂബിൽ 2 വീഡിയോ കണ്ടു. അതെന്ന് വെച്ചാൽ ഒന്ന് ഫൈറ്റിൻ്റെ ആണ്, പിന്നെ ഒരു ഹബീബിൻ്റെ ഒരു വീഡിയോ. അതായത് ഹബീബ് എങ്ങനെയാണ്, അതായത് ഇന്ന് രാത്രി ഒരു 11:30 നമ്മുടെ സിറിൽ ഗാനെ വേഴ്സസ് ടോം ആസ്മൽ ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു കാർഡിൽ തന്നെയാണ് നമ്മുടെ ഉമർ നർമഗമ്മദയുടെ ഫൈറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതും കണ്ടു. പിന്നെ ജസ്റ്റ് ഇന്ന് കുറേ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായി. അതൊക്കെ ചെയ്ത് ആൻഡ് പഠിക്കാൻ നോക്കി. ബട്ട് ബാഡാണ്, അവസ്ഥ ഭയങ്കര മോശം തന്നെയാണ്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ കുറച്ച് തേനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇതേപോലെ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ഇതൊരു ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിൽ തേൻ നിറയ്ക്കുന്നു. ആൻഡ് ജസ്റ്റ് ഈ ഹീറ്റ് ഗണ്ണ് വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ കറക്റ്റ് ഒരു മീഡിയം ഇതിലാകുമ്പോൾ ഇത് ഉരുകി കറക്റ്റ് സീലായിക്കോളും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നോക്കിക്കോ. ഇതെടുക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേ ഫിനിഷാണ്. ഇനി ഇപ്പോൾ 9:30 നേരെ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഒരു ഓവർവ്യൂ എന്ന് വെച്ചാൽ, മിക്ക ടാസ്കും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ മിസ്റ്റേക്കാണ്. ആൻഡ് ഹിന്ദി ഞാൻ വിചാരിച്ച പോലത്തെ പോർഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് 4th മൊഡ്യൂളൊന്ന് നോക്കി, ബട്ട് എന്നെക്കൊണ്ട് പറ്റിയില്ല. ആൻഡ് കെമിസ്ട്രി ഞാൻ തൊട്ടിട്ടേനില്ല. സോ സത്യത്തിൽ ടൈം ഉണ്ടെങ്കിൽ പോലും സമയം കഴിയും തോറും നമുക്ക് അത് തീർക്കാനുള്ള ടൈം നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ഇനി ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ അതിനുവേണ്ടി പ്രൊഡക്റ്റീവായി ചെയ്താൽ മാത്രമേ എനിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്തു. ആൻഡ് ഈവനിങ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ കുറച്ച് വർക്ക് കിട്ടും. അതായത് തേൻ്റെ സീൽ ഒട്ടിക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്ഥലത്തേക്ക് അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ആയപ്പോൾ ഒരു 8 മണിക്ക് ഞാൻ ട്രെയിനിങ്ങിന് കയറാമെന്ന് വെച്ചു. പക്ഷേ പറ്റിയില്ല. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ആൻഡ് തേർഡ് തിങ് ഈസ്, 5 നേരം നിസ്കരിക്കാൻ പറ്റിയില്ല. ആകെ സുബൈ മാത്രം നിസ്കരിച്ചു. ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ എല്ലാം പോയി. മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. 100ൽ ഒരു 10-20% മാത്രമേ ഇന്നത്തെ എനിക്കൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ ഫുൾ ടാസ്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടില്ല. ആൻഡ് യൂട്യൂബ് എഡിറ്റിങ്ങിന് വേണ്ടി മാത്രം, അതായത് കുറച്ച് വീഡിയോസ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, പിന്നെ വേറെ എന്തെന്ന് വെച്ചാൽ, പിന്നെ ഇന്ന് മറ്റേ സിറിൽ ഖാൻ വേഴ്സസ് ടോം ആസ്മൽ ഫൈറ്റ് എടുക്കാണല്ലോ. അതിൽ ഈ സിറിൽ ഖാനുടെയും ടോം ആസ്മലിൻ്റെയും കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു. അവരുടെ ട്രെയിനിങ്ങും അതേപോലെ ഉമർ നർമഗമ്മദയുടെയും. അവരിന്ന് 11:30 അപ്പോൾ ഇന്ന് 11:30 വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കളി കാണേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ നാളെ ആ വേണ്ടിയിട്ട് കളി വാച്ച് ചെയ്താലും മതി. സോ നാളെ ഇതേപോലെ കുറച്ച് വർക്കുകളുണ്ട്. ലൈക്ക് ഇതിൽ ഞാനിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇതാണ് ഇന്നത്തെ ഞാൻ ചെയ്തതിൻ്റെ കണക്ക്. രാവിലെ ട്രെയിൻ ചെയ്ത് സുബൈ നിസ്കരിച്ചു. ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. ആൻഡ് എൻ്റെ മാത്രം ഞാൻ ഇന്നത്തെ റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഒരു ഡിസിപ്ലിൻ ഉണ്ടായില്ല, കൃത്യമായൊരു പ്ലാൻ. മാത്രമല്ല കുറച്ച് നേരം രാവിലെ ആയപ്പോൾ ചെറിയൊരു പണി വന്നു. ആ പണി ഞാൻ ചെയ്തിട്ട് നേരെ പോയി കിടന്നുറങ്ങി.
അതെൻ്റെ എന്നിട്ട് ഞാൻ 4:30 ആയപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അത് രാവിലത്തെ ട്രെയിനിങ് കാരണം ആ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ എണീറ്റു. എന്നിട്ട് ഞാൻ എന്തായെന്ന് വെച്ചാൽ കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്തിരുന്നു. അതായത് ഈ നമ്മുടെ ഷോർട്സും അതേപോലെ വീഡിയോസും ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസത്തേക്ക് ഓരോ വീഡിയോസിന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ചാനൽ വലിയ ഗ്രോത്ത് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഒരു നാൾ അത് ക്ലിക്കാവും. സോ ഈ വീഡിയോ അതിൻ്റെ ഒരു തുടക്കമാവട്ടെ. ആൻഡ് നാളത്തേക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഒബ്വിയസ്ലി 5 times prayer. അതേപോലെ തന്നെ നാളെ രാവിലെ എൻ്റെ ഒരു ചലഞ്ചാണ്. കൃത്യം 4:30 ഞാൻ എണീക്കും. കൃത്യം 4:30 അപ്പോൾ 4:00 അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ ഞാൻ എണീറ്റ് വീഡിയോ എടുത്തിരിക്കും. ഞാൻ എണീറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എടുത്തു. ഞാൻ ഇതായിട്ടും 4:30 എണീറ്റിട്ടില്ല. സാധാരണ നോമ്പ് ടൈമിലൊക്കെ ഞാൻ എണീക്കാറ്. നാളെ ഞാൻ 4:30 എണീക്കും. ആൻഡ് ഐ പ്രോമിസ് യു, നാളെ ഞാൻ 4:30 എണീക്കും. ഞാൻ വീഡിയോ എടുക്കും, എന്തായാലും എടുക്കും. ആൻഡ് 2 നേരം ട്രെയിനിങ് ഉണ്ട്. പിന്നെ ആഴ്ച എക്സാം ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച 1-2 ദിവസം ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. 3 ദിവസം ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ല എക്സാം കാരണമായിട്ട്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കണം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, പിന്നെ ഇപ്രാവശ്യം നാളെ ഹിന്ദി 4 മൊഡ്യൂൾ, അതായത് 4 മൊഡ്യൂളുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നാളെ ഞാൻ തീർക്കും. പിന്നെ കെമിസ്ട്രി മൊഡ്യൂൾ 3 അത് ഞാൻ തീർക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സന്ധ്യയ്ക്കും വന്നേക്കും വരെ അത് വേണ്ട. അതായത് അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ.